നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ഒരു നല്ല വ്യക്തിത്വം ഉണ്ടായിരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. ആളുകൾക്കിടയിൽ ഒരു മതിപ്പുള്ള, ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന, നാം ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവൻ കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുക എന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ നാം 3 തരം വ്യക്തിത്വത്തെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അത് നമ്മുടെ നിലപാടിനെ കുറിച്ചുള്ള, വ്യക്തിത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ആളുകൾ ശ്രദ്ധിക്കുന്നതുമായ ഒന്ന് നമ്മുടെ നിലപാടുകളെ കുറിച്ചുള്ള ഒന്നാണ്. നാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടേതായ ഒരു നിലപാടുള്ള, ഉറച്ച ഒരു നിലപാടുള്ള ഒരു വ്യക്തി. അത്തരം വ്യക്തികളെ എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, അവൻ കുഴപ്പമില്ല, അവനൊരു നിലപാടുള്ള ആളാണ്, അവനൊരു കാര്യം പറഞ്ഞാൽ അതിൽ അവൻ ഉറച്ചു നിൽക്കും. ചില ആളെ കുറിച്ച് പറയാറ് എങ്ങനെയാണ്, അവനല്ലേ, അവനെ കുറിച്ച് നമുക്കറിയാം, അവന്റെ വാക്കും കാലിച്ചാക്കും ഒരുപോലെയാണ് എന്ന് പറയാറുണ്ട്. കാരണം പലതും പറയുകയും അതിലൊന്നും ഒരു അർത്ഥമില്ലാതെ, അതിലൊന്നും ഒരു കാര്യമില്ലാതെ ഉള്ള ആളുകളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട വ്യക്തിത്വം എന്ന് പറയുന്നത് അവനൊരു നിലപാടുള്ള വ്യക്തിയാണ്. അവന് ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അവൻ ചെയ്യും, ചെയ്യുന്നതേ പറയും, പറയുന്നത് അവൻ ചെയ്തിരിക്കും എന്നൊക്കെ ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുള്ള ഒരു വ്യക്തിയായി നാം മാറണം. ഇതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 തരം വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് നോൺ അസർട്ടീവ് പേഴ്സണാലിറ്റിയാണ്. ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ എല്ലാം മേൽക്കും. അവർക്കൊന്നിനും തടസ്സം പറയാൻ കഴിയില്ല. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ അവർക്കറിയില്ല. എന്തു പറഞ്ഞാലും ഒരാൾ വന്ന് 1,00,000 രൂപ എനിക്കൊന്ന് കടം വേണമെന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകൾ പറയും, അത് കുഴപ്പമില്ല, നോക്കാം, സാറില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകൾ. അവർക്ക് യഥാർത്ഥത്തിൽ നോ എന്ന് പറയാൻ അറിയില്ല. നോ എന്ന് പറയാൻ കഴിയുക എന്നത് ജീവിതത്തിൽ ഒരു കലയാണ്, വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ കലയാണ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ, അനിവാര്യമായ ഘട്ടങ്ങളിൽ മാന്യമായി നോ എന്ന് പറയാൻ, കഴിയില്ല എന്ന് പറയാൻ, ഇല്ല എന്ന് പറയാൻ നാം പഠിക്കണം. ഈ നോൺ അസർട്ടീവ് പേഴ്സണാലിറ്റിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഉറച്ച നിലപാടില്ലാത്ത ആളുകൾ, ഇവരുടെ ഒരു പ്രശ്നം എന്നത് അവർ സ്വയം വേദന വരുത്തി വെക്കുകയും മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുകയും ചെയ്യും. സ്വയം വേദന വരുത്തി വെക്കുമെന്ന് പറഞ്ഞത്, നമ്മളോടൊരാൾ ഒരു സഹായം ആവശ്യപ്പെട്ടു, നമുക്ക് ചെയ്യാൻ കഴിയാത്തതാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷെ നമ്മളത് ഏൽക്കും. ഇത്തരം ആളുകൾ കുഴപ്പമില്ല, ഞാൻ നോക്കാമെന്ന് പറയും. ഈ സഹായം ആവശ്യപ്പെട്ട ആൾ വളരെ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, വളരെ പ്രതീക്ഷയോടു കൂടി അദ്ദേഹം പിരിഞ്ഞു പോകും. പിന്നീട് അദ്ദേഹം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് ബന്ധപ്പെടും, അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്യും. ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് ടെലിഫോൺ കട്ടാക്കും. പിന്നീട് നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തോട് പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, എന്താ ചെയ്യുക, എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. അതിനെന്താ സംഭവിക്കുന്നത്? ഒന്ന്, ഈ പ്രതീക്ഷയോട് കൂടി തിരിച്ചുപോയി ഇവനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ മറ്റൊരു കാര്യവും ചെയ്യാതെ നിൽക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തിന്റെ സകല പ്രതീക്ഷയും തകരുകയും അദ്ദേഹം ഇവനോട് ശത്രുവായി. ഇവൻ സ്വയം വേദന വരുത്തി വെക്കുന്നത് എങ്ങനെ എന്നത്, നമ്മൾ ഒരാളോട് ഒരു കാര്യം ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ഏറ്റ നിമിഷം മുതൽ അവൻ വേദനിക്കുകയാണ്, അവന് സങ്കടം തോന്നുകയാണ്. അവനോട് ഞാനത് പറഞ്ഞല്ലോ, എങ്ങനെ അത് ചെയ്യാൻ, എങ്ങനെ അവനോട് ഇല്ലാതെ പറയാം, ഇല്ല എന്ന് എങ്ങനെയാണ് അവനോട് പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവൻ വേദനയും സങ്കടവും ഒക്കെ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതാണ് നോൺ അസർട്ടീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ എന്ന് തന്നെ പറയണം. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയേണ്ട സ്ഥലത്ത് കഴിയില്ല എന്ന് തന്നെ, അത് മാന്യമായി പറയണം എന്നത് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു നോ പറയാനുള്ള സ്കില്ല് നാം സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ഒരു പേഴ്സണാലിറ്റി എന്നത് അഗ്രസീവ് പേഴ്സണാലിറ്റിയാണ്. ഒരാൾ നമ്മളോട് വന്നൊരു കാര്യം ആവശ്യപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹത്തോട് ചാടിക്കയറിക്കൊണ്ട്
ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്ന് പോയി മാറി നിൽക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ, അയ്യോക്കെ അങ്ങനെ മാറും എന്ന രീതിയിൽ മറ്റേ ആളെ ഹട്ട് ചെയ്യുന്ന രീതിയിൽ, മറ്റേ ആളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, ഈ സ്വഭാവവും ആ ശത്രുക്കളെ കൂടുതൽ അങ്ങനെ നമുക്കെതിരെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവമാണ്. ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ സാരമായി ബാധിക്കുന്ന, നമ്മുടെ സൗഹൃദത്തെ കൃത്യമായി ഇല്ലായ്മ ചെയ്യുന്ന, ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണ് ഈ അഗ്രസീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഏതിനും ദേഷ്യപ്പെട്ടുകൊണ്ട്, ഏത് പ്രതികരിക്കുകയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അസർട്ടീവ് പേഴ്സണാലിറ്റിയാണ്. ഒരു ഉറച്ച നിലപാടുള്ള, കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്ക് കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ അത് ഏൽക്കുകയും ഏറ്റതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, തനിക്ക് കഴിയാത്ത കാര്യമാണ് എങ്കിൽ അത് കഴിയില്ല എന്ന് തന്നെ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന, മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള വേദനയുമില്ലാതെ, ഇരു കൂട്ടർക്കും യാതൊരു പ്രയാസവുമില്ലാതെ, വേദനയില്ലാതെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അസർട്ടീവ് പേഴ്സണാലിറ്റി. ഈ അസർട്ടീവ് പേഴ്സണാലിറ്റിയാണ് നാം അഡാപ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത്. ഇതിനൊരു ഫോർമുലയുണ്ട്. അസർട്ടീവ് പേഴ്സണാലിറ്റിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്, അത് ചെയ്യേണ്ട രീതിയെ കുറിച്ച്. അത് DEESC ഇങ്ങനെയുള്ള ഒരു ഫോർമുലയിലാണ് ഈ അസർട്ടീവ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതിൽ D എന്നത് ഡിസ്ക്രൈബ് ആണ്, കാര്യങ്ങളെ കൃത്യമായി വിശദീകരിച്ച് നൽകുക. ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞു, അപ്പൊ അതിനെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, ഇത് ഒരു അഭിപ്രായമല്ല കേട്ടോ, ഒരിക്കലും അഭിപ്രായം പറയുകയില്ല, ഒരു വിശദീകരണം, അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. അതിനെ കൃത്യമായി ആ വിഷയത്തെ ഡിസ്ക്രൈബ് ചെയ്ത് ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തത് ഈ എക്സ്പ്രസ് ചെയ്യുക. നമ്മുടെ വികാരങ്ങളെ, നമ്മളോട് ആ ആൾ വന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ വികാരങ്ങളെ, അത് ദേഷ്യമാകട്ടെ, സങ്കടമാകട്ടെ, സന്തോഷമാകട്ടെ, എന്തായാലും അതിനെ എക്സ്പ്രസ് ചെയ്യുക. ദേഷ്യപ്പെടുക എന്നത് നമ്മൾ നിയന്ത്രണ വിധേയമായി, നമുക്ക് ദേഷ്യമുണ്ട് എന്ന് അദ്ദേഹം ആ ചെയ്ത കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ട്, ദേഷ്യമുണ്ട് എന്ന് അദ്ദേഹത്തെ മാന്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും ഏതായാലും ആ വികാരത്തെ നമ്മൾ പ്രകടിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ആ വികാരത്തോടൊപ്പം നാം നിലനിൽക്കുന്നു എന്ന് നാം ബോധ്യപ്പെടുത്തണം. മൂന്നാമത്തതും തന്നെയാണ്, ഒരു എമ്പത്തറ്റിക് ആയിരിക്കണം നമ്മുടെ സമീപനം. ഒരു എമ്പതൈസ് ആയിട്ടുള്ള, മറ്റുള്ളവരുടെ കണ്ണിലൂടെ ആ കാര്യത്തെ കാണാൻ കൂടി നമ്മൾ ശ്രമിക്കുക. അവരുടെ ആ കാഴ്ചപ്പാടിലൂടെ, അവരുടെ സാഹചര്യങ്ങളിലൂടെ കൂടി നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാതെ ഒരാളൊരു കാര്യം എന്ന് പറയുമ്പോൾ നീ അത് ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല, അത് അങ്ങനെ ഒന്നുമല്ല, അത് നിന്റെ തെറ്റാണ്, നീ കണ്ടത് തെറ്റാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് അവരാ വിഷയത്തെ അങ്ങനെ സമീപിക്കാൻ ഒരു കാരണമുണ്ടാകും. ആ കാരണത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. മറ്റൊന്ന് സ്റ്റാൻഡാണ്, നമ്മുടെ നിലപാട്. ശരി, താങ്കൾ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായി, അതിൻ്റെ എല്ലാ വികാരത്തോടും കൂടി ഞാൻ ഉൾക്കൊള്ളുന്നു. അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളത് കേൾക്കുകയും അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു നിലപാട് പറയുക. അത് ഉറച്ച നിലപാടായിരിക്കണം. അതായത് ഇന്ന കാരണം കൊണ്ട് എനിക്ക് ഇതുമായി സഹകരിക്കാൻ കഴിയില്ല, അല്ല എങ്കിൽ നീ പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്, അല്ല എങ്കിൽ താങ്കൾ ആവശ്യപ്പെട്ട സഹായം ചെയ്തു തരാൻ എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൃത്യമായി ഒരു മാന്യമായ രീതിയിൽ ആ നമ്മുടെ നിലപാടിനെ ഉറച്ച് തന്നെ പറയാൻ ശ്രമിക്കുക. മറ്റൊന്ന് അതിൻ്റെ
ഫലം എന്തായിരിക്കുമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. അതിൻ്റെ എല്ലാ കോൺസിക്വൻസും നമ്മൾ ഇന്നതായിരിക്കും അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഈ നിലപാടിനെ പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഫലവും അതിൻ്റെ പ്രതിഫലനവും ഒക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പെരുമാറുക. ഇതാണ് നമുക്ക് ഒരു അസർട്ടീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുല അനുസരിച്ച് നമ്മൾ ഓരോ വിഷയത്തെയും ഓരോ വ്യക്തിയെയും ഓരോ സാഹചര്യത്തെയും നാം നേരിടുമ്പോൾ നമുക്ക് നല്ല ആളുകൾക്കിടയിൽ ഒരു നിലപാടുള്ള, ഒരു ഉറച്ച നിലപാടുള്ള, അംഗീകാരമുള്ള ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അത് നമ്മളെ ആളുകൾക്കിടയിൽ ആകർഷണീയമാക്കി നിൽക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ മാന്യമായ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, നിലപാടുള്ള ഒരു ഉറച്ച, ഒരു യഥാർത്ഥ മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.